6-ാം വാർഡിലാണ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തള്ളയ്ക്കും തന്തയ്ക്കും കൂടെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്കൊരു സഹായം ആരുമില്ല. നമ്മുടെ അന്നണ്ണന്റെ അമ്മയാണ്. ബാബു സുജിത്താണ്. വളരെ എമർജൻസി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും സഹായിക്കണം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. പുത്തൂർ മാർനാട് മലയിൽ 6-ാം വാർഡിലുള്ള 44 വയസ്സുള്ള അനുചേട്ടൻ്റെ അവസ്ഥയാണ്. 2 വൃക്കകളും തകരാറിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ്. അനുചേട്ടൻ്റെ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ സഹിക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ്, കണ്ടു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. ഓരോ ഡയാലിസിസ് ചെയ്യുമ്പോഴും അനുചേട്ടൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വൃക്കമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അനുചേട്ടൻ്റെ ഭാര്യയാണ് വൃക്ക നൽകുന്നത്. പക്ഷേ 15 ലക്ഷം രൂപയോളം ഈ ഒരു ഓപ്പറേഷന് വേണം. ഏറ്റവും സാധാരണക്കാരനായ അനുചേട്ടനും കുടുംബത്തിനും ഈ 15 ലക്ഷം രൂപ കണ്ടെത്തുക എന്ന് വെച്ചാൽ വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ അഭ്യർത്ഥന നടത്തുന്നത്. അനുചേട്ടനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും ഒന്ന് സഹായിക്കണം. എൻ്റെ മോൻ ഒരു ഗ്ലാസ് പാല് പോലും മേടിക്കാൻ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. അവൾക്ക് ജോലിക്ക് പോകാൻ ഒക്കുന്നില്ല. അവൾക്കും ജോലിയൊന്നുമില്ല. അവൾക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളും ആരുമില്ല. അവനും 2 പിള്ളേരും അവനും മാത്രമേ ഉള്ളൂ. വയ്യാതായ രാത്രി കിടന്ന് അവൻ കിടന്ന് നിലവിളിക്കുന്നതായിട്ട് ഞാനും അങ്ങ് കിടന്നങ്ങ് കരഞ്ഞ് തലവേദന എടുക്കുന്നമ്മേ എന്നും പറഞ്ഞ് കിടന്ന് നെറ്റി കിടന്ന് തടഞ്ഞ് എൻ്റെ ഒരു വെളുക്കുന്നവരെ എൻ്റെ മോൻ ഉറക്കമില്ല. കുനിഞ്ഞങ്ങ് ഇരിക്കത്തതേ ഉള്ളൂ. തേയില വെള്ളം കൊടുത്താൽ ഒരു ഇച്ചിരി കുടിക്കും. പാലും ചായ ഒന്നും കുടിക്കുകയില്ല. നമ്മുടെ ഒരു അവസ്ഥ ഉള്ള അത്രയ്ക്ക് ദയനീയമായ ഒരു അവസ്ഥയാണ്. ആണ്ടെ ഇതറിഞ്ഞാണ്ട് നമ്മുടെ പഠിക്കലേട്ടാ 44 വയസ്സ് മാത്രം പ്രായമുള്ള അനിലിൻ്റെ 2 മാതാപിതാക്കൾ, 2 പൊടിക്കുഞ്ഞുങ്ങൾ, കുടുംബം വളരെ ദയനീയമായ അവസ്ഥയിലാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്ത് അനിലിനെ കരപിടിച്ച് കയറ്റുവാൻ എല്ലാവരും ശ്രമിക്കുക. സുജിത്തിനെ പോലുള്ള കലാകാരന്മാർ ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയതിൽ വളരെയധികം അവരോട് വലിയ ഒരു ഇത് തോന്നുകയാണ്. കാരണം ഈ ഇടയ്ക്ക് തന്നെ ഒരു വീട് വെച്ച് നൽകി നമുക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് വരാനുള്ള മനസ്സാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. തീർച്ചയായും ഈ സുജിത് ബാബുവിലൂടെ നമുക്ക് അനിലിന് വേണ്ടുന്ന സഹായങ്ങൾ നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ അമ്മയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. നിങ്ങൾ ഈ അമ്മയുടെ കണ്ണീര് കണ്ടു കാണുമല്ലേ? നമുക്ക് സഹിക്കാൻ പറ്റും. പെണ്ണിനുള്ളവരാരുമില്ല. ഒരു തന്തയും തള്ളയും മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളാരുമില്ല. ഞങ്ങളുടെ നാട്ടുകാരുടെ അയൽക്കാരുടെ സഹായം മാത്രമേ ഉള്ളൂ. നമുക്ക് വാക്കുകൾ സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. അത്രയ്ക്ക് ദയനീയമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അനുചേട്ടൻ്റെ വിവരം. ഇതേപോലെ ഒരു അമ്മയുടെ കണ്ണീരായിരുന്നു അമ്മണി അമ്മയുടെ. ആ അമ്മയുടെ അന്ന് കണ്ണീര് അമ്മയ്ക്ക് ജീവിതത്തിലെ തിരിച്ചു കൊണ്ടുവന്നൊരു വീടില്ലെന്ന് പറഞ്ഞ് ആ ഒരു അവസ്ഥയിൽ ഞാനത് ഏറ്റെടുത്തപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നിന്ന് ഒരുപാട് നന്മ മനസ്സുള്ള സുഹൃത്തുക്കളുള്ള ഒരു സ്ഥലമാണ് നമ്മളൊക്കെ. അവിടെ നമ്മളാണ്ട് ഏറ്റവും ഈ നിൽക്കുന്നവരെല്ലാം സാധാരണപ്പെട്ട ആൾക്കാരാണ്. ബാബു സുജിത്ത് പറഞ്ഞതുപോലെ തന്നെ സഹായിക്കാനായിട്ട് എല്ലാവരും എത്തുക. ഈ വീട്ടിലേക്ക് വരിക. നിങ്ങളെല്ലാവരും എത്തുക തന്നെ വേണം. അതെ, ഈ ഒരു അവസ്ഥ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സഹായിക്കുക. ഒപ്പം മറ്റുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കുക. എനിക്ക് വേറൊന്നും പറയാനില്ല, പറ്റില്ല. വളരെ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥ നിൽക്കുവാണ് നമ്മുടെ അനിൽ ചേട്ടൻ. ഇത് പൗത്രേശ്വരം പഞ്ചായത്തിലെ 6-ാം വാർഡാണ്. ഈ ചേട്ടൻ്റെ ജീവിതത്തിലെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൈ കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ സുഹൃത്തുക്കളെല്ലാവരും അത്രയ്ക്ക് സത്യസന്ധമായ കാര്യമായതുകൊണ്ടാണ് ഇവിടെ വന്നത്. കഴിഞ്ഞ ആഴ്ച അച്ചാൻസ് മീഡിയ വന്ന് വാർത്തയെടുത്തായിരുന്നു. ഇത് നമ്മുടെ കൊട്ടാരത്തിലെ നാട്ടുകൂട്ടമാണ്. വലിയൊരു വാട്സപ്പ് കൂട്ടായ്മ, അതുപോലെ ഒരു ചാനലുമാണ്. അങ്ങനെ സുഹൃത്തുക്കളാണ്. ഇവരോട് പറഞ്ഞപ്പോൾ ഇവരും ഇവിടെ എത്തി. എൻ്റെ പണിക്കരായിട്ട് എത്തിയായിരുന്നു, എൻ്റെ ശ്രീമാരായിട്ട് എത്തിയായിരുന്നു. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും കലാകാരന്മാരെല്ലാവരും നമ്മുടെ കൊണ്ടുണ്ട്. മാതൃ കേരള ന്യൂസ് അന്നേരം ഇദ്ദേഹം ഇവിടെ എത്തിയായിരുന്നു. അന്നേരം ഒരുപാട് സുഹൃത്തുക്കൾ ഇത് അറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞു. ചാനൽ സുഹൃത്തുക്കളൊക്കെയാണ്. അവർ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുമ്പോൾ നിങ്ങളാൽ കഴിയുന്നൊരു സഹായം 100% കിട്ടുന്നതാണ് പ്രതീക്ഷയില്. അതുകൊണ്ടാണ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവർ വന്നത്. അത്രയ്ക്ക് സത്യസന്ധമായ ഒരു അവസ്ഥയാണ്. അന്നേരം നമ്മുടെ അനുചേട്ടനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടാണ് എല്ലാവരും ഒന്ന് അല്ലേ? എല്ലാവരും അത്രയ്ക്ക് ധൈര്യമായ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ്.